എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഡിസംബർ 2024 blessings, insight, sustenance, childlike expression, splendor, relaxation. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു മാസം എന്ന് തന്നെ പറയാം. കാരണം ആദ്യം തന്നെ ഒരു മാസം തുടങ്ങുന്നത് തന്നെ ഒരു ദൈവാനുഗ്രഹത്തോട് കൂടിയിട്ടാണ്. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് വളരെ ആഘോഷത്തോടു കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം തുടങ്ങുന്നത്. കാരണം ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് കേൾക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവർ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജോലി ലഭിക്കുന്ന, അല്ലെങ്കിൽ ജോലിയിൽ ഉദ്യോഗക്കയറ്റം ലഭിക്കുന്ന ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ വളരെയധികം ഒരു ദൈവാനുഗ്രഹം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ജോലി ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ വേറൊരാൾ ഒരു പക്ഷെ അതിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചനയും കാര്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം വളരെ കൂടുതലായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പ്രഗ്നൻസി സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ നിങ്ങൾ കുറച്ച് നാളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന മറ്റൊരു കാര്യമായിരിക്കും അത്. അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ നാഗങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നിങ്ങൾ നാഗക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തറവാടിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നാഗങ്ങളുടെ മായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാവുകൾ, കുടുംബപരമായിട്ട് കാവ് ഉണ്ടായിരുന്ന കുടുംബമായിരുന്നെങ്കിൽ മറ്റെവിടത്തേക്കെങ്കിലും മാറ്റിയിട്ടുണ്ട് എങ്കിൽ നാഗക്ഷേത്രങ്ങൾ പോയി സന്ദർശിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ അതായത് സർപ്പത്തെ സ്വപ്നം കാണുന്നുണ്ട് എങ്കിൽ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലാവാം. ഇത് നിങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ വലിയ രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും നോക്കി ആലോചിക്കുന്ന ഒരു സിറ്റുവേഷനൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫാമിലിയിൽ നാഗത്തിൻ്റേതായിട്ടുള്ള കാവുണ്ടായിരുന്നവരാണ് എങ്കിൽ നിങ്ങൾ മുതിർന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് എവിടേക്കാണ് മാറ്റിയിരുത്തിയിരിക്കുന്നത് നോക്കിയിട്ട് ആ ക്ഷേത്രത്തിൽ തന്നെ പോകാൻ ശ്രമിക്കുക എന്നുള്ളതല്ല. പലതും നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റിയാണത്. അപ്പോൾ അതല്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ, നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ ചെയ്യാം. ഇത് മറ്റുള്ള മതത്തിൽപ്പെട്ടവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നാഗങ്ങളുടെ കാര്യം വരുമ്പോൾ മുസ്ലിംസാണ് കൂടുതലായിട്ടും, അതേപോലെ ക്രിസ്ത്യൻസും ചെയ്യാറുണ്ട്. ക്ഷേത്രത്തിൽ വന്നിട്ട് മഞ്ഞൾ ചീട്ടെടുത്ത് അവിടെ തന്നെ പറയും. മഞ്ഞൾ നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇൻസൈറ്റാണ്. വളരെയധികം ചിന്താശേഷി കൂടുതലുള്ള സമയമാണ്. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നോക്കി കണ്ടുകൊണ്ടിട്ടായിരിക്കും നിങ്ങൾ പലതും ചെയ്യുന്നത്. വളരെയധികം വ്യക്തതയോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും കാര്യങ്ങൾ പലതും ചെയ്യുന്നത്. എല്ലാം ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അതേപോലെ സ്പിരിച്വലി, ആത്മീയമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയാം. അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ, പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ ആയല്ലോ അല്ലെങ്കിൽ അതാലോചിച്ച് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയല്ല ചെയ്യുക. മറിച്ച് ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്, അതൊരു പ്രശ്നം എന്നുള്ള രീതിയിലല്ല, അതൊരു ചാലഞ്ചോ ഒരു സിറ്റുവേഷനായിട്ടോ കണക്കാക്കുകയും ഇനി അതിനെന്ത് ചെയ്യാൻ പറ്റും, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നാണ് ചിന്തിക്കുക. പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചിരുന്ന് കരയുന്നതിന് പകരം എന്താണ് സൊല്യൂഷൻ, അതായത് ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, ചിന്താശേഷി തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ വളരെയധികം
പക്വതയോട് കൂടിയിട്ട് പെരുമാറാനും ഒക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സസ്റ്റെയിനൻസ് ആണ്. പൊതുവേ നിങ്ങൾക്ക് ചിലവ് കുറവുള്ളൊരു മാസമായിരിക്കും ഈ ഒരു മാസം. അതേപോലെ തന്നെ പുതിയ ജോലി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ശമ്പള വർധനവ്, സാമ്പത്തികമായിട്ട് മുന്നോട്ടം ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ സാധാരണഗതിയിൽ ചില ആളുകൾ പെട്ടെന്ന് ശമ്പളം കൂടുകയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വർധനവ് ഉണ്ടാകുമ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഒരു സന്തോഷത്തിൽ പുതിയ മൊബൈൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിക്കുക, കാർ വാങ്ങിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്നും തന്നെ അങ്ങനെ ചിലവാക്കുന്നില്ല. മാത്രമല്ല പതിവിൽ കവിഞ്ഞ് ചിലവ് നിങ്ങൾക്ക് കുറവായിരിക്കും. നിങ്ങൾ വേണ്ട കാര്യങ്ങളിപ്പം പരിമിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു സമയം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണ്ട ഇപ്പോൾ ഭക്ഷണപരമായിട്ടാണെങ്കിൽ നല്ല നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അമിതമായിട്ട് വെജിറ്റേറിയൻ അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നില്ല, നോൺ വെജ് കുറച്ച് വരുന്നു. അതേപോലെ പല കാര്യങ്ങളിലും നിങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക, വളരെ സാധാരണ രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. വളരെ വ്യക്തതയോട് കൂടിയിട്ട് ജീവിതത്തെ നോക്കിക്കാണുന്നുണ്ട്. അനാവശ്യ ചിലവുകൾ, ലക്ഷറിയിലൊന്നും താല്പര്യം കാണിക്കുന്ന സമയമല്ല ഇപ്പോൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ശമ്പളം അല്ലെങ്കിൽ സാമ്പത്തിക വർധന ഉണ്ടാകുമ്പോഴും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ തോന്നിയാലും ഒന്ന് വെയിറ്റ് ചെയ്യും, വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പലരെയും സംബന്ധിച്ച് വളരെ നല്ലൊരു തീരുമാനം കൂടിയിട്ടാണ് അതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ നിങ്ങളുടെ പിറന്നാൾ, ബർത്ത്ഡേ ഒക്കെ വരുന്നവരാണ് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്ന, അവർക്ക് സാമ്പത്തികമായിട്ട് തരത്തിലുള്ള സഹായം ചെയ്യുന്ന ഒരു സാഹചര്യവും ഈ മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അനാഥാലയങ്ങൾ, അനാഥ മന്ദിരങ്ങൾ പോലുള്ള യത്തീംഖാനകളോ അങ്ങനത്തെ ഓർഫനേജസിലൊക്കെ എന്തെങ്കിലും സാമ്പത്തിക സഹായം കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി, ഒരു കുട്ടിയുടെ ജീവിതകാലം മുഴുവനത്തേക്കും പഠിപ്പിനുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുക, അങ്ങനെയുള്ള ചില സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുന്നതായിട്ടും ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസം നിങ്ങൾ പൊതുവേ ഫ്രസ്ട്രേറ്റഡ് ഒന്നും ആവുന്നില്ല. അതായത് ഇവിടെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസമുണ്ട്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ വിശ്വാസമുണ്ട്. കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നവർ ഈ മാസം വളരെ കാമായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു നല്ല ഫീലിംഗ് ആണ്. ഏതൊരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ ഭയപ്പെടാതെ ഒരു നല്ല ഫീലിങ്ങോട് കൂടിയിട്ട് നടക്കുന്നുണ്ട്. അപ്പം കേസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ഈ ഒരു മാസം അതൊക്കെ ഒത്തുതീർപ്പാവുന്നുണ്ട്. അവർ ഇങ്ങോട്ടേക്ക് വന്ന് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതാവാം. ഡിവോഴ്സ് കേസ് നടക്കുന്നവർ ഡിവോഴ്സ് കേസൊക്കെ ഫൈനലൈസ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ ഒരു സംതൃപ്തി കാണുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസി സിറ്റുവേഷനാണ്, കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്പ്ലെൻഡർ എനർജിയാണ്. ഇവിടെ ഒരു നല്ലൊരു സമ്മാനം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എഗെയിൻ ഇവിടെയും ഒരു പ്രഗ്നൻസി ഭയങ്കരമായിട്ട് കാണിക്കുന്നു. ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് തന്നെ ആയിരിക്കാം കുട്ടികൾ ഉണ്ടാകുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആരോ പ്രഗ്നൻ്റ് ആവുന്ന ന്യൂസ് നിങ്ങൾ എന്തായാലും ഈ ഒരു മാസത്തിൽ കേൾക്കുന്നുണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. പ്രഗ്നൻസി എല്ലായിടത്തും ഇങ്ങനെ പ്രഗ്നൻസി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മറ്റൊരു വാർത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇതുവരെ ഒരു സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ബില്ല് പാസ്സാകാൻ കിടക്കുന്നു, അതൊന്നും ശരിയാവുന്നില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും, സർക്കാർ കാര്യങ്ങൾ പലതും ഡോക്യുമെൻറ്റ്സ് മുന്നോട്ടേക്ക് നീങ്ങാതെ ഇരിക്കുന്ന ഡോക്യുമെൻറ്റ്സും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നീങ്ങി തുടങ്ങുന്നുണ്ട്. സ്റ്റക്കായി നിൽക്കുന്ന പല കാര്യങ്ങളും അനങ്ങി തുടങ്ങുന്നു എന്നുള്ളത് പറയാം. അത് ജീവിതത്തിൽ പലരെ സംബന്ധിച്ച് പല കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിലൊരു മാറ്റം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസത്തിൽ പറയുകയാണെങ്കിൽ അമിതമായിട്ട് ഭയങ്കരമായിട്ട് ജോലി ഭാരമുള്ളവർ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജോലി ഭാരമൊക്കെ കുറച്ച് റിലാക്സ്ഡ് ആവുന്ന സിറ്റുവേഷനിലേക്ക് ഒരു മാസത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫിൽ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവുന്നുണ്ട്. ഓവറായിട്ട് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സുള്ളൊരു ജോലിയാണ്. ചില ആളുകൾക്ക് ജോലി മാറ്റാവും അത് ഉദ്ദേശിക്കുന്നത്. കാരണം ഭയങ്കര സ്ട്രെസ്സുള്ളൊരു ജോലിയാണ്. അപ്പോൾ റിലാക്സേഷൻ, തീരെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ലാത്ത ജോലിയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ ജോലി മാറുന്നതായിരിക്കും. അപ്പോൾ പുതിയ ജോലിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി ആവാം. അതല്ല എങ്കിൽ ഇപ്പോഴത്തെ ജോലിയിൽ ഒന്ന് റിലാക്സ്ഡ് ആകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ പറ്റുന്നു ഈ ഒരു മാസത്തിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ ഒരു യാത്ര പോകുന്നതായിട്ടുള്ളൊരു സൂചനയും തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ഒരു ഹോളിഡേ, ഒരു വെക്കേഷൻ പോലുള്ളൊരു സിറ്റുവേഷൻ ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ അതും ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.